മര്യാദക്ക് അതെനിക്ക് തിരിച്ചു തരുന്ന നല്ലത്. ഞങ്ങളൊന്ന് പിടിക്കേ. വീണേ. എവിടെ വീണെന്നാ? ഞാൻ പറക്കുന്നത് കണ്ടില്ലേ നീ? ഞങ്ങളൊരിക്കൽ കെണിയിൽ നീ വീണെന്നാ പറഞ്ഞത്. ചിറകുണ്ട് കാലുണ്ട്, എന്നിട്ട് ഞങ്ങൾ നിനക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ ചേട്ടാ, എനിക്കിത് അവിടെ വരെ ഒരു ലിഫ്റ്റ് തരാമോ? മോഷിച്ചിട്ട് ഓടുകയാണോ? എടാ പക്രു, സത്യത്തിൽ ഞാൻ ആലോചിക്കുന്ന അതേ കാര്യം തന്നെയാണോടോ നീയും ആലോചിക്കുന്നത്? ആ അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരാഴ്ച എന്നാ 7 ദിവസമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ 1 മാസം 30 ദിവസം ആവുന്നത്? എടാ വണ്ട, ഞാൻ ആലോചിക്കുന്നത് നമ്മൾ മോഷ്ടിക്കേണ്ടതെല്ലാം മോഷ്ടിച്ചു കഴിഞ്ഞു. ഇനി തടിയൻ ഇൻസ്പെക്ടർ പാണ്ഡയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ പക്രു, ഞാൻ ആലോചിക്കുന്ന അതേ കാര്യം തന്നെയാണോടാ നീയും ആലോചിക്കുന്നത്? അതേടാ ഇക്രു, അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നമ്മളുടെ പെങ്ങളുടെ പേര് പ്രതീക്ഷ എന്നാണ്. എന്നാൽ അവൾ കാത്തിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ ഇളയമ്മയുടെ പേര് അക്ഷര എന്നല്ലേ? പക്ഷെ അവർക്കാണെങ്കിൽ ഒരു അക്ഷരം പോലും വായിക്കാൻ അറിയില്ലെന്നേ. എടാ പരമണ്ട, ഞാൻ ആലോചിക്കുന്നത് അതൊന്നും അല്ല. താഴെ വീട് ബ്രേസ്ലെറ്റ് എടുക്കണോ വേണ്ടയോ എന്ന കാര്യമാണ്. അയ്യോ, ഇപ്പോഴെങ്ങാനും നമ്മൾ അത് എടുക്കാൻ നിന്നാൽ ഇൻസ്പെക്ടർ പാണ്ഡ്യ നമ്മളെ പപ്പടമാക്കും. നമ്മൾ തിരിച്ചു വരുമ്പോഴെങ്ങാനും അത് എടുക്കാൻ നോക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ ഓടാൻ നോക്ക്. വേഗം വാടാ ഇക്രു, നമുക്ക് വേഗം പോയാ ബ്രേസ്ലെറ്റ് എടുത്തോണ്ട് വരാം. മര്യാദക്ക് അത് തിരിച്ചു തരാനാ പറഞ്ഞത്. ഇനി ഞാൻ ഏതായാലും എന്റെ സ്പീഡ് കൂട്ടിയേ മതിയാവൂ. സംശയമുണ്ടോ? ചേട്ടന്റെ പേര് രാജേഷ് എന്നാണോ? അല്ലല്ലോ. എങ്കിൽ വേഗം കത്തിച്ചു വിട്ടോ, താങ്കളുടെ കൂട്ടുകാരൻ അപകടത്തിലാണ്. അയ്യോ, പക്ഷെ എനിക്ക് വാവ്, വളരെ മനോഹരമായ ബെൽറ്റ് ആണല്ലോ. എടാ, അത് ബെൽറ്റ് അല്ല, ബ്രേസ്ലെറ്റ് ആണ്. സംശയമുണ്ടോ? അത് പിന്നെ ഞാൻ നിന്നെ ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞത്. നിന്നെ വെച്ച് നോക്കുമ്പോ ഒരു ബെൽറ്റ് തന്നെ ആയിരിക്കില്ലേ? എനിക്ക് തോന്നുന്നത് ഈ ബ്രേസ്ലെറ്റ് മഞ്ഞളി വീണാണെന്നാ. അതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുന്നത്. അത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റാ. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് പോയെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ അറിയാതെ വഴി വീണതായിരിക്കും. ഇത് നമുക്ക് ഇൻസ്പെക്ടർ പാണ്ഡയെ ഏൽപ്പിക്കാം. ആ അത് തന്നെയാണ് നല്ലത്. ഈ ബ്രേസ്ലെറ്റ് മറ്റൊരാളുടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് കൊടുക്കുന്നത്? കാരണം അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. മാത്രമല്ല, അദ്ദേഹം ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തിയേക്കും. വാ, പോലീസ് സ്റ്റേഷനിൽ പോവാം. ഞങ്ങൾ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച ബ്രേസ്ലെറ്റ് അവന്മാരുടെ കയ്യിലാണ് ഉള്ളത്. അത് കഷ്ടപ്പെട്ട് വീണ്ടും മോഷ്ടിച്ചെടുക്കുന്നത് വരെ മനസമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. സത്യം സത്യം സത്യം. എഴുന്നേക്ക് പക്രു, ആ ബ്രേസ്ലെറ്റ് മോഷ്ടിച്ചെടുക്കാനുള്ള ഒരു അടിപൊളി പ്ലാൻ എന്റെ കയ്യിലുണ്ട്. കൂറ്റൻ കാളെ വെച്ച് ഇടിച്ചിടും ഞാൻ അവന്മാരെ. അതെ, വലിയ കൂറ്റൻ കാളെ വെച്ച് ഞാൻ ഇടിച്ചിടും അവന്മാരെ. നോക്കിക്കോ.
എന്ത് പറ്റി ഹണി? കുത്തുകൊണ്ടോ നിനക്ക്? ഇപ്പൊ മനസ്സിലായി. ഈ ചുവപ്പ് നിറം കണ്ടിട്ടാണ് കാള നമ്മുടെ പുറകെ കൂടിയത്. ഇതങ്ങ് വലിച്ചെറിയാം. ആ. ആ. അയ്യോ 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 അയ്യോ. ബ്രേസ്ലെറ്റർ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള വേറൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഈ അക്കുമ്പപ്പ ഒന്നിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പോക്കാണെന്ന് തോന്നുന്നു. കടലിൽ പോയിട്ട് ഒരു പഴം പോലും കയ്യിൽ നിൽക്കുന്നില്ല. അവന്മാരുടെ കയ്യിൽ നിന്ന് വേഗം ബ്രേസ്ലെറ്റ് തട്ടിയെടുക്കാൻ നോക്ക്. എടാ ബക്രു, ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് തന്നെയാണോടാ നീ ഇപ്പൊ ആലോചിക്കുന്നത്? അതെ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കൊണ്ടിട്ടുണ്ട്. ഇത്രയും വെള്ളം ആകാശത്തിൽ നിന്ന് ആരാ ഒഴിക്കുന്നത്? അയ്യോ എടാ, ഞാൻ അതൊന്നും അല്ലടാ ആലോചിച്ചത്. എടാ, നമുക്ക് അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായെന്നുള്ള കാര്യമാണെടാ ഞാനിപ്പോ ആലോചിച്ചത്. എത്ര മനോഹരമായി പോവാണ്. പെട്ടെന്നാരോ എന്റെ മുകളിലുള്ളതായിട്ട് എനിക്ക് തോന്നി. ഉണ്ടല്ലോ, നിന്റെ മണ്ടത്തരം കണ്ടുകൊണ്ട് ദൈവം മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരെ 4 പേരെ നമുക്ക് ഈ ചാക്കിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ച് ആ ബ്രേസ്ലെറ്റ് അടിച്ചു മാറ്റാം. എന്തായാലും ഈ ബ്രേസ്ലെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത് നന്നായി. അല്ലെങ്കിൽ ഇത് കളവ് പോയേനെ. അങ്ങനെ ഏതെങ്കിലും കള്ളം ഈ ബ്രേസ്ലെറ്റ് മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ ഹണിയുടെ കൈയിന്റെ ചൂടറിഞ്ഞേനെ. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അവന്മാർ ഞാൻ പൊക്കിയെടുത്തിട്ട് തറയിലെടുത്ത് ഇട്ട് ഇങ്ങനെ ചമ്മന്തിയാക്കിയേനെ. ഞാൻ അവന്മാരെ കൈ കൊണ്ടുപോലും തൊടില്ല. എന്റെ അമ്മച്ചി, മഹാഭാഗ്യം. പകരം ഞാൻ എന്റെ ചുണ്ടുകൊണ്ട് അവന്മാരെ കൊത്തി കീറിയനെ. ഞാനാണെങ്കിൽ ഒറ്റത്തട്ടിന് അവന്മാരുടെ അടപ്പിളക്കി എടുത്തേനെ. ഇനി അടിക്കല്ലേ. നമ്മുടെ തല്ലി കൊണ്ടിട്ട് ദേ ചാക്ക് വരെ കിടന്ന് കരയാൻ തുടങ്ങി. അയ്യോ, ഇത് ചാക്കല്ല, ഞങ്ങളാ. നോക്ക്. നിങ്ങളുടെ കയ്യിൽ ബൈക്കൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഹെൽമെറ്റ് തലയിൽ വെച്ചിരിക്കുന്നേ? അയ്യോ, ഇത് ഹെൽമെറ്റ് ഒന്നും അല്ല. നിങ്ങളുടെ 4 പേരുടെ ഇടിയും തൊഴിയും കൊണ്ട് മുഴച്ചു വന്നതാ. അതെ, ഞങ്ങളുടെ ഒരു സാധനം ഇവിടെ കളഞ്ഞു പോയി. ഞങ്ങൾ അത് ഈ ചാക്കിനകത്ത് തിരയുകയായിരുന്നു. അതെയോ? അപ്പൊ നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലേ? ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. വിഷമിക്കണ്ട, നിങ്ങളുടെ കളഞ്ഞുപോയ സാധനം വീണ്ടെടുക്കാൻ അയാൾ നിങ്ങളെ സഹായിക്കും. ആണോ? എന്നാ ഞങ്ങളെ വേഗം ആ മഹാനായ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിക്കൂ പ്ലീസ്. പോലീസ് സ്റ്റേഷൻ. ഇൻസ്പെക്ടർ പാണ്ഡ എല്ലാരെ സഹായിക്കുന്ന ആളാണ്. അകത്തേക്ക് പോകാം, ഞങ്ങൾ പരിചയപ്പെടുത്തരാം. എടാ പക്കോ, നമ്മള് കുടുങ്ങി. ഇത് പോലീസ് സ്റ്റേഷനാടാ. പരിചയപ്പെടുന്നതിന് പകരം അടിയും തൊഴിയും ഉരുട്ടലും പെരട്ടലും കൊണ്ട് നമ്മളെ അവര് പരിചരിക്കും. ഇൻസ്പെക്ടർ പാണ്ഡ, ഞങ്ങൾ ഈ ബ്രേസ്ലെറ്റ് നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാ. മാത്രമല്ല, ഇവർക്ക് താങ്കളുടെ സഹായം ആവശ്യമാണ്. പെരുങ്കളമാരെ പക്രു ഇക്രു ഞാനും പണിയും അല്ലേ?
എന്താ നമ്മളെപ്പോഴാ പക്രു ഇക്രു ആയത്? പോപ്പട്ട് പറയാറുണ്ട് ഞാൻ എപ്പോഴും ഇഷ്ടത്തിനനുസരിച്ച് നടക്കുള്ളൂന്ന്. നിനക്കാണെങ്കിൽ ഒട്ടും പേടിയും ഇല്ല. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഞാൻ ഇക്രു നീ പക്രു. എന്താ ശരിയല്ലേ കൊച്ചളിയ? നീ ചിലപ്പോ ഇക്രു ആയിരിക്കും, പക്ഷെ ഞാൻ പക്രു അല്ല. ഓ, നിങ്ങൾ മരക്കഴുതകളാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ പേരാണ് അക്രോ. ഇന്ന് രാവിലെ ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്നും സ്വർണ്ണം മോഷ്ടിച്ചോണ്ട് ഓടിയതാണ്. അങ്ങോട്ട് നോക്ക്. മാത്രമല്ല ഈ ബ്രേസ്ലെറ്റും യുവമാർ തന്നെയാണ് മോഷ്ടിച്ചത്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇൻസ്പെക്ടർ പാണ്ഡ എല്ലാരെയും സഹായിക്കുന്ന ആളാണ്. നിങ്ങളെ പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി. നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് യുവമാരെ പിടികൂടിയിരിക്കുന്നത്. താങ്ക് യു. ജീവൻ പണയം വെച്ചോ? അങ്ങനെ അതെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ക്രെഡിറ്റ് കിട്ടിയതല്ലേ, വെറുതെ കളയണ്ട.